അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 126-ാമത്തെ ആയത്ത് മുതൽ കൂടിയ ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിനാ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ വഉമതിഹു ഖലീലൻ സുമ്മ അൽതുറുഹു ഇലാ അദാബിൻ നാരി വബിഇസൽ മസീർ. വഇദ് ഖാല ഇബ്രാഹീം, ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം. റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിന, എൻ്റെ നാഥ, നീ ഈ നാടിനെ ഒരു നിർഭയ രാജ്യമാക്കി തീർക്കണേ. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി, ഇവിടെയുള്ളവർക്ക് പഴവർഗ്ഗങ്ങളിൽ നിന്ന് നീ ഭക്ഷണം നൽകണേ. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവരിൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക്. കാല, അള്ളാഹു മറുപടി നൽകി. വമൻ കഫറ, നിഷേധിയായവനിക്കും കൊടുക്കും. ഫഉമതിഹു ഖലീലൻ, എന്നാൽ അവർക്ക് അല്പകാലത്തെ ജീവിത സുഖം നൽകുകയും സുമ്മ അൽതുറുഹു ഇലാ അദാബിൻ നാർ, പിന്നെ അവരെ നരകശിക്ഷയിലേക്ക് തള്ളുകയും ചെയ്യും. വബിഇസൽ മസീർ, ഈ നരകശിക്ഷ എത്ര മോശമായ സങ്കേതമാണ്. എൻ്റെ നാഥ, നീ ഇതിനെ ഒരു നിർഭയ രാജ്യമാക്കി തീർക്കുകയും ഇവിടെയുള്ളവർക്ക്, അഥവാ അവരിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് ഫലവർഗ്ഗങ്ങളിൽ നിന്ന് ആഹാരം നൽകുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ച സന്ദർഭം. അവൻ പറഞ്ഞു, അവിശ്വസിച്ചവർക്കും എന്നാൽ അവർക്ക് ഞാൻ അല്പകാലത്തെ ജീവിത സുഖം നൽകുകയും പിന്നീട് നരകശിക്ഷയിലേക്ക് അവരെ തള്ളുകയും ചെയ്യും. അതെത്ര ദുഷിച്ച സങ്കേതമാണ്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്, ഇബ്രാഹിം നബി ആ മന്ദിരത്തിൻ്റെ അസ്ഥിവാരം കെട്ടി ഉയർത്തിയ സന്ദർഭം. വ ഇസ്മായിൽ, ഇസ്മായിലും കൂടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് ഈ പ്രവർത്തനം നീ സ്വീകരിക്കണമേ. ഇന്നക അൻത സമീഉൽ അലീം, നിശ്ചയം നീ കേൾക്കുന്നവനും കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ആ മന്ദിരത്തിൻ്റെ അസ്ഥിവാരം കെട്ടി ഉയർത്തിയ സന്ദർഭം ഓർക്കുക. അപ്പോൾ അവരിങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് ഈ പ്രവർത്തനം നീ സ്വീകരിക്കണമേ. തീർച്ചയായും നീ മാത്രമാണ് ഏറ്റവും കേൾക്കുന്നവനും അറിയുന്നവനും. റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വജ്അൽനാ മുസ്ലിമൈനി ലക, ഞങ്ങൾ ഇരുവരെയും നിനക്ക് അനുസരണയുള്ളവരാക്കണമേ. വമിൻ ദുർരിയ്യതിനാ, ഞങ്ങൾക്കുള്ള മക്കൾക്കിടയിലും ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, നിന്നെ അനുസരിക്കുന്ന ഒരു സമുദായത്തെ നീ ഉണ്ടാക്കണമേ. അപ്പോൾ അരിന മനാസിക്കന, ഞങ്ങളുടെ ആരാധനകൾ ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരണമേ. വതുബ് അലൈന, നീ ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. ഇന്നക അൻത തവ്വാബുർ റഹീം, നിശ്ചയം നീ തന്നെയാണ് കൂടുതൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യവാനും.
ഞങ്ങളുടെ നാഥ, നീ ഞങ്ങളെ നിന്നോട് അനുസരണയുള്ളവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിനക്ക് കീഴ്പ്പെട്ട് നടക്കുന്ന ഒരു സമുദായത്തെ വാർത്തെടുക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ആരാധനാ മാർഗങ്ങളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ തന്നെയാണ് ഏറ്റവും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും പരമകാരുണികനും. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വബ്അസ് ഫീഹിം, നീ അവർക്കിടയിൽ നിയോഗിക്കണം, റസൂലൻ മിൻഹും, അവരിൽപ്പെട്ട ഒരു റസൂലിനെ, യത്ലു അലൈഹിം ആയാതിക, ആ റസൂല് നിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കും. വയുഅല്ലിമുഹുമുൽ കിതാബ, അവർക്ക് കിതാബ് പഠിപ്പിക്കും. വൽ ഹിക്മത, തത്വജ്ഞാനവും പഠിപ്പിക്കും. വയുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കും. ഇന്നക അൻതൽ അസീസുൽ ഹകീം, നിശ്ചയം നീ തന്നെയാണ് അങ്ങേയറ്റം യോഗ്യനും തത്വജ്ഞാനിയും. ഞങ്ങളുടെ നാഥ, അവർക്കിടയിൽ നിന്റെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുകയും വേദഗ്രന്ഥങ്ങളും തത്വങ്ങളും പഠിപ്പിക്കുകയും അവരെ സംസ്കാരമുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് നീ നിയോഗിക്കണമേ. നിശ്ചയമായി നീ തന്നെയാണ് പ്രതാപശാലിയും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനും. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീം ഇല്ലാ മൻ സഫിഹ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീം, ഇബ്രാഹീമിൻ്റെ മാർഗത്തെ ആരാണ് വെറുക്കുക? ഇല്ലാ മൻ സഫിഹ നഫ്സഹു, സ്വന്തം ശരീരത്തെ വിഡ്ഢിയാക്കിയവനല്ലാതെ. വലഖദ് ഇസ്തഫൈനാഹു, നിശ്ചയം ഇബ്രാഹീമിനെ നാം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫിദ്ദുനിയാ, ദുനിയാവിൽ, വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, പരലോകത്ത് അദ്ദേഹം സച്ചരിതരുടെ കൂട്ടത്തിലായിരിക്കും. സ്വയം വിഡ്ഢിയായവനല്ലാതെ ആരാണ് ഹസ്രത്ത് ഇബ്രാഹിം നബിയുടെ മതത്തോട് വിരക്തി കാണിക്കുക? തീർച്ചയായും നാം അദ്ദേഹത്തെ ഈ ലോകത്ത് വിശിഷ്ടനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പരലോകത്തും അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് തീർച്ച. ഇതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ്റെ പ്രചരണത്തിന് വേണ്ടി ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, ഈ ഖുർആൻ പ്രചരണത്തിനുള്ള വീഡിയോ സംബന്ധമായ പ്രായോജകർ സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ്. ഇത് മലഞ്ചരക്ക് ബിസിനസ്സിലാണ് ഈ കമ്പനി ശ്രദ്ധിക്കുന്നത്. വലിയ തോതിൽ ബിസിനസ് നടക്കുന്ന, മലഞ്ചരക്ക് ബിസിനസ്സുകൾ നടത്തുന്ന ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആളുകൾ പാർട്ട്ണർഷിപ്പ് എടുത്തു വരുന്നുണ്ട്. പ്രതിമാസം തരക്കേടില്ലാത്ത രൂപത്തിൽ വരുമാനം ഏൺ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നല്ല ഒരു പദ്ധതിയാണ് ഇത്. അതിന് താല്പര്യമുള്ളവർ ഇവിടെ കൊടുക്കുന്ന നമ്പർ 790 733 47 92 ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് അതിൻ്റെ പങ്കാളികളാവുക. ആ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു പങ്കാളിത്ത ബിസിനസ് രീതിയാണ്. അതിൽ മുതൽ മുടക്കുന്നതിന് അനുസൃതമായി നമുക്ക് പ്രോഡക്റ്റുകൾ കിട്ടും. അതിൻ്റെ പുറമെ മാസം മാസം ഒരു നിശ്ചയ വരുമാനം കിട്ടും. എങ്ങനെയായാലും ഒരു 15,000 ഉറുപ്പ്യ മുടക്കിയിട്ട് മിനിമം 15,000 ഉറുപ്പ്യാന്ന് അതിൻ്റെ പങ്കാളിത്തത്തിൻ്റെ ചാർജ് നിങ്ങൾ പേപ്പറിലൊക്കെ കാണലുണ്ടാവും. അപ്പോൾ
അങ്ങനെ ചേർന്നാലേ നമുക്ക് മാസം ഒരു ശരാശരി ഒരു 1000 ഉറുപ്പ്യേൻ്റെ അടുത്തൊക്കെ പ്രതീക്ഷിക്കാം എന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാവരും അതിന് സഹകരിക്കണം. അസ്സലാമു അലൈക്കും.